മോണ്ടിസോറി മെത്തേഡ്സ് ആൻഡ് ഫിലോസഫി എന്ന പാഠത്തിലെ പാർട്ട് 4 കഴിഞ്ഞ ക്ലാസ്സുകളിലുള്ള തുടർച്ച മെത്തേഡ്സ് ഓഫ് മോണ്ടിസറി എഡ്യൂക്കേഷൻ അതിൻ്റെ തുടർച്ചയാണ് നമുക്ക് നോക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ EPL ആക്ടിവിറ്റികൾ അതുപോലെ തന്നെ സെൻസോറിയൽ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട പല ആക്ടിവിറ്റികൾ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്തു. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം EPL പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസുകളും അതുപോലെ മാത്തമാറ്റിക്സും ഒക്കെ പഠിക്കുന്നതോടൊപ്പം കൾച്ചറും കൂടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ കൾച്ചറൽ സ്റ്റഡീസും കൂടി കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് കൾച്ചറൽ സ്റ്റഡീസിൽ ഒരു മോണ്ടിസോറി മെത്തേഡിൽ കൾച്ചറൽ സ്റ്റഡീസിലൂടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ആക്ച്വലി കൾച്ചറൽ സ്റ്റഡീസ് പ്രൊവൈഡ് ദ ഫൗണ്ടേഷൻ ഫോർ ചിൽഡ്രൻ ടു ലേൺ അബൌട്ട് ദ വേൾഡ് അറൗണ്ട് ദം. അവരുടെ ചുറ്റുപാടുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ഒരു ഫൗണ്ടേഷനാണ്, ചുറ്റുപാടുമുള്ള ലോകത്തെ വേൾഡിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാനം, ഒരു ഫൗണ്ടേഷൻ, അതാണ് ശരിക്കും കൾച്ചറൽ സ്റ്റഡീസിൽ കൊടുക്കുന്നത്. കൾച്ചറൽ സ്റ്റഡീസിൽ സയൻസ് വരും, അതെല്ലാം തന്നെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. സയൻസ്, ജിയോഗ്രഫി, ബോട്ടണി, ഹിസ്റ്ററി, അതേപോലെ GK ജനറൽ നോളജ്, ഇതെല്ലാം മോണ്ടിസോറി മെത്തേഡിൽ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. The cultural materials and topics which the children manipulate and discuss in the classrooms develop their understanding of the world around them. അവരുടെ ചുറ്റുപാടുമുള്ള വേൾഡിനെ കുറിച്ചാണ് അവർ പഠിക്കുന്നത്. Most of the cultural materials used in the classrooms are teacher made. അത് ടീച്ചർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കും കൂടുതലായും അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. സാധാരണയായിട്ട് നമുക്കിപ്പോൾ കൾച്ചറൽ സ്റ്റഡീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബയോളജിയാണ്, അല്ലെങ്കിൽ ബോട്ടണി ആൻഡ് സോളജി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെന്തൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്ന, ബയോളജി പഠിപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന അപ്പരാറ്റസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു നേച്ചർ ടേബിൾ അതിൽ വരും. നേച്ചർ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ആ നേച്ചർ ടേബിൾ തന്നെ റിഫ്ലക്റ്റിംഗ് ദ സീസൺസ് ആൻഡ് ചിൽഡ്രൻസ് ഇൻട്രസ്റ്റ്, പ്രത്യേകമായ സീസണുകളൊക്കെ പഠിപ്പിക്കും. അതിൽ നേച്ചർ ടേബിൾ എന്നാണ് അതിന് പറയുക. അതേപോലെ തന്നെ മോഡൽസ് സച്ച് ആസ് ഫാം, വൈൽഡ് ആൻഡ് സീ ആനിമൽസ് ആൻഡ് ബേർഡ്സ്, പിന്നെ ഒരുപാട് ചിത്രങ്ങൾ വൈൽഡ് ആനിമൽസിൻ്റെയും സീ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഫാമുകളുടെയൊക്കെ മോഡലുകൾ നമുക്ക് മോണ്ടിസോറിയിലൂടെ പഠിപ്പിക്കാം. അതിലൂടെ കുട്ടി അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കും. അതോടൊപ്പം തന്നെ പിക്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ്, ഹാബിറ്റാറ്റ്സ് ഇൻ ദെയർ ക്ലാസിഫിക്കേഷൻസ്, ഓരോ പ്ലാന്റുകളുടെയും ആനിമലുകളുടെയും ഒക്കെ പിക്ചറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ആനിമൽ പാർട്ട് അല്ലെങ്കിൽ പാർട്സ് ഓഫ് ആൻ ആനിമൽ ഓർ പാർട്സ് ഓഫ് എ പ്ലാന്റ്, ഒരു പ്ലാന്റിൻ്റെ വിവിധ ഭാഗങ്ങൾ. ഇപ്പോൾ ഒരു പ്ലാന്റ് നടുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിവേര് മുതൽ അല്ലേ ഇല വരെയുള്ള ആ വ്യത്യസ്ത ഭാഗങ്ങൾ പഠിപ്പിക്കുന്ന പസിൽസ് ഉണ്ട്. അതൊക്കെ നമുക്ക് മോണ്ടിസോറി അപ്പറാറ്റസിൽ കിട്ടുന്നതാണ്. ടെർമിനോളജി പസിൽസ് എന്നാണ് പറയുക. ടെർമിനോളജി പസിൽസ് ആൻഡ് കാർഡ്സ്, അതിലാണ് ഈ പാർട്സ് ഓഫ് ആനിമൽ, പാർട്സ് ഓഫ് പ്ലാന്റ് പഠിപ്പിക്കുന്നത്. അതുപോലെ ലൈഫ് സൈക്കിൾ പഠിപ്പിക്കും. ലൈഫ് സൈക്കിൾ ഒരു മനുഷ്യൻ്റെ ജീവിത ചക്രം എന്നാണ് അതിനെ പറയുക. ഉദാഹരണത്തിനാണെങ്കിൽ ഒരാൾ ജീവിതം തുടങ്ങുന്നത് ഒരു ശൈശവത്തിലൂടെയാണ്. ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് തുടങ്ങി പിന്നീട് ഒരു ലേറ്റർ ചൈൽഡ്ഹുഡിലേക്കെത്തി, പിന്നെ അഡോളസൻസിലേക്കെത്തി, അതേപോലെ തന്നെ അഡൽട്ട്ഹുഡിലേക്കെത്തി, ലേറ്റർ അഡൽട്ടിലേക്കെത്തി, അതേപോലെ തന്നെ ഒരു ഓൾഡ് ഏജ് എന്ന രീതിയിലേക്ക് എത്തുന്ന ആ മരണം വരെയുള്ള ലൈഫ് സൈക്കിളുകൾ കൃത്യമായി കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ജിയോഗ്രഫി, ഭൂമി സംബന്ധമായ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മോണ്ടിസോറിയിൽ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ലാൻഡ്, എയർ ആൻഡ് വാട്ടർ ബോക്സസ്, അതൊക്കെ ബോക്സുകൾ ഉണ്ടാകും. ലാൻഡ്, എയർ, നമ്മുടെ ഭൂമിയിലെയും അതേപോലെ ആകാശത്തിലെയും വെള്ളത്തിലെയും അതിലൊക്കെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, എയർ ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, അതെല്ലാം പഠിപ്പിക്കുന്ന പസിലുകളും ചിത്രങ്ങളും ഒക്കെ ഉണ്ടാകും. അതേപോലെ ഗ്ലോബ്സ്,
ഷോയിങ് ലാൻഡ് ആൻഡ് വാട്ടർ ആൻഡ് ദ കണ്ടിനൻസ്. നമുക്ക് കോണ്ടിനൻസ്, അതിൻ്റെ കോണ്ടിനൻസ് പഠിപ്പിക്കുന്ന ഗ്ലോബുകൾ കുട്ടികളെ പഠിപ്പിക്കും. അതേപോലെ തന്നെ ലാൻഡ് ഫോംസ് ആൻഡ് കാർഡ്സ്, ലാൻഡുകളെ ഫോം ചെയ്യപ്പെടുന്ന കാർഡുകൾ. അതേപോലെ പസിൽ മാപ്പ് ഓഫ് ദ വേൾഡിൻ്റെ മൊത്തം മാപ്പുകൾ ഉണ്ടാകും. ആ പസിൽസ് നമ്മൾ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരോട് അത് റീഫിൽ ചെയ്യാൻ വേണ്ടി പറയും. ആനിമൽസ് ഓഫ് ദ വേൾഡ്, ലോകത്തിലെ വ്യത്യസ്ത ആനിമലുകളെ കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നു. ഫ്ലാഗുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഓരോ രാജ്യത്തിൻ്റെയും ഫ്ലാഗുകൾ. ശരിക്കും പറഞ്ഞാൽ ഒരു വൈഡ് ഏരിയ ആണ് മോണ്ടിസോറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ആർട്ടിഫാക്ട് ബോക്സസ് ആൻഡ് കളക്ഷൻസ് ഓഫ് പിക്ചേഴ്സ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ദെയർ ഫാമിലീസ് ഫ്രം അറൗണ്ട് ദ വേൾഡ്. വ്യത്യസ്ത കുട്ടികളുടെ ചിത്രങ്ങളും അവരുടെ ഫാമിലിയും. അപ്പോൾ ആ ഒരു ഫാമിലി വ്യത്യസ്ത നാടുകളിലുള്ള ആളുകളെക്കുറിച്ച് തിരിച്ചറിയാനൊക്കെ ഉപയോഗപ്പെടുന്ന ആർട്ടിഫാക്ട് ബോക്സസ് എന്നാണ് അതിന് പറയുക, ആർട്ടിഫാക്ട് ബോക്സസ്. അതേപോലെ മാപ്പിംഗ് ഗെയിമുകൾ, മാപ്പുകൾ അതിനെ ജോയിൻ ചെയ്യിക്കുന്ന അത്തരം ഗെയിമുകൾ ഉൾപ്പെടുത്തുന്ന ആക്ടിവിറ്റികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഹിസ്റ്ററി, ചിൽഡ്രൻ ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ടൈം. കുട്ടികൾക്ക് ടൈം കോൺസെപ്റ്റ് പഠിപ്പിക്കും. അതിനുവേണ്ടി എഗ് ടൈമേഴ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും അല്ലേ? നമുക്ക് കൗണ്ട് ഡൗൺ ചെയ്യപ്പെടുന്ന ഒരു ഉപകരണമാണ്. ധാരാളമായി നമുക്ക് മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണ് എഗ് ടൈമേഴ്സ്. മറ്റൊന്ന് ടൈം ലൈൻസ് പഠിപ്പിക്കും. കലണ്ടറുകളുടെ മാസങ്ങളും അതിൽ ദിവസങ്ങളൊക്കെ നോക്കാനും അതിൽ ഹോളിഡേ എങ്ങനെ അടയാളപ്പെടുത്തുമെന്നൊക്കെ പഠിപ്പിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ്. അതേപോലെ തന്നെ അതർ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ്. ഇതെല്ലാം കൂടാതെ കുട്ടികളുടെ എൻറിച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ, ആ പ്രോഗ്രാമുകളും കൂടി അതിൽ ഉൾപ്പെടുത്തുന്നു. അതിലൊന്നാമത്തേത് മ്യൂസിക് പ്രോഗ്രാമാണ്. ഒരുപാട് പാട്ടുകൾ, അത് രസകരമായ പാട്ടുകൾ, റൈംസ്, ആക്ഷൻ സോങ് ഒക്കെ വരും അതിൽ. ആ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തുന്നു. അതേപോലെ ഡ്രമാറ്റിക് ആർട്സ്, കുട്ടികൾക്ക് ഡ്രമാറ്റൈസ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു സംവിധാനം നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ മഹാത്മാഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡി യാത്ര, ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരം, ആ സമരമെല്ലാം തന്നെ അവരെ ഡ്രമാറ്റൈസ് ചെയ്ത്, ഉദാഹരണം പറയുകയാണ്, ചെറിയ കുട്ടികൾക്ക് അതൊന്നും വരില്ല, ഞാൻ തിരിച്ചറിയാൻ വേണ്ടി പറയുകയാണ്. അതല്ലെങ്കിൽ ഒരു ഫാമിലി സെറ്റിൽമെൻറ്റ്, നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ കളിക്കുന്ന സമയത്ത് അച്ഛനമ്മ കളി കളിക്കാറുണ്ട്. ഒരാൾ അച്ഛനാകും, ഒരാൾ അമ്മയാകും, മറ്റുള്ളവർ മക്കളാകും, ഒരാൾ ബിസിനസ് മാനാകും. അതൊരു ഡ്രമാറ്റിക് ആർട്ടാണ്. കുക്കിംഗ് കൃത്യമായി അവർക്ക് നമ്മുടെ മോണ്ടിസോറിയിൽ ഉൾപ്പെടുന്നുണ്ട്. ചപ്പാത്തി പരത്തുക, കമ്പ്യൂട്ടർ വരുന്നുണ്ട്. സെക്കൻഡ് ലാംഗ്വേജ്, എല്ലാവർക്കും ഒരു രണ്ടാം ഭാഷ ഉണ്ടാകും. ഇപ്പോൾ ഇംഗ്ലീഷാണ് മെയിൻ ഭാഷയെങ്കിൽ മലയാളം, തമിഴ്, കന്നഡ രണ്ടാം ഭാഷ. ജിംനാസ്റ്റിക്സ് വരും, ജിംനേഷ്യം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫീൽഡ് ട്രിപ്പുകൾ, വിഷ്വൽ ആർട്സുകൾ. നമുക്ക് ക്ലാസ് റൂമിൽ സ്മാർട്ട് റൂം ക്ലാസ് റൂമൊക്കെ ആണെങ്കിൽ TV ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വിഷ്വൽ ആർട്ടുകളൊക്കെ കൊടുക്കാം. ഇതെല്ലാം തന്നെ നമുക്ക് ഈ പറയപ്പെട്ട ഏരിയകളിലൊക്കെ നമുക്ക് കുട്ടികളെ ഇംപ്രൂവ് ചെയ്യാനുള്ള വ്യത്യസ്തമായ അപ്പറേറ്റസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് പ്രസൻറ്റേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ഡിഫറെൻറ്റ് ഏരിയ. ഓരോ ഏരിയയിലെയും ആക്ടിവിറ്റികൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ ആക്ടിവിറ്റികളും ഒരുപോലെയല്ല. എവറി ആക്ടിവിറ്റി ഷുഡ് ബി പ്രാക്ടീസ്ഡ് ബൈ ദ ട്രെയിനീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മോണ്ടിസോറി എക്സ്പേർട്ട്. മോണ്ടിസോറി ടീച്ചറുടെ സഹായത്തോടുകൂടിയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, ആക്ടിവിറ്റി പ്രാക്ടീസ് ചെയ്യുന്നത്. ദേ ഷുഡ് പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് നോട്ട് കൺസിസ്റ്റിംഗ് ഓഫ് ദ ഫോളോയിങ് പോയിൻറ്റ്സ്. ഒരു ആക്ടിവിറ്റി കുട്ടിയെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ടീച്ചർ എന്തൊക്കെ പോയിൻ്റാണ് നോട്ട് ചെയ്യേണ്ടത്? നെയിം ഓഫ് ദ ആക്ടിവിറ്റി, ആക്ടിവിറ്റിയുടെ പേരെന്താണ്. ദ മെറ്റീരിയൽ ഡിസ്ക്രിപ്ഷൻ, ആ മെറ്റീരിയലിനെ കുറിച്ചിട്ട് പറയണം. അവർ പേര് പറഞ്ഞിട്ട് ഇത് സൗണ്ട് ബോക്സ് ആണ്, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ടു ഐഡൻറ്റിഫൈ ദ സൗണ്ട്സ് ആൻഡ് ദസ് വി ക്യാൻ ഇംപ്രൂവ് ദ സെൻസറി ഡെവലപ്മെൻറ്റ്. വ്യത്യസ്ത സൗണ്ടുകളെ മനസ്സിലാക്കി നമ്മുടെ സെൻസറി ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു കൊടുക്കുന്നു. ഡീറ്റെയിൽഡ് പ്രസൻറ്റേഷൻ, കൃത്യമായ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ആക്ടിവിറ്റി. ആദ്യം ആക്ടിവിറ്റിയുടെ പേര് എഴുതി വെക്കുക, അത് പറഞ്ഞു കൊടുക്കുക. മെറ്റീരിയൽ ഡിസ്ക്രിപ്ഷൻ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഡീറ്റെയിൽ ആയി അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. പോയിൻറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്, കുട്ടിക്ക് ഇത് ചെയ്യുന്ന സമയത്ത്
ഏത് മേഖലയിലാണ് അതിൽ ഇൻട്രസ്റ്റ് വരുന്നത് എന്ന് കൃത്യമായി നോക്കുക. കൺട്രോൾ ഓഫ് എറർ, ഇത് ചെയ്യുന്ന സമയത്ത് തെറ്റാതെ സൂക്ഷിക്കുക, എററുകളില്ലാതെ തെറ്റില്ലാതെ വരാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കുക. ഏജ് ലെവൽ നോക്കുക, ഓരോ ഏജിലും വ്യത്യസ്ത മെറ്റീരിയലാണ് ഉപയോഗിക്കുക. അപ്പോൾ 3 to 6 ആണെങ്കിൽ 3 to 6, 0 to 3 ആണെങ്കിൽ 0 to 3. അപ്പോൾ 0 ജനിച്ചത് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ആ മെറ്റീരിയൽ തന്നെ ഉപയോഗിക്കണം. 3 to 6 ആണെങ്കിൽ ആ മെറ്റീരിയൽ ഉപയോഗിക്കണം. പ്രസൻറ്റേഷൻ ഓഫ് ഓൾ ദ ലേണിംഗ് മെറ്റീരിയൽസ് ആർ ടു ബി പ്രാക്ടീസ്ഡ് ബൈ ദ ടീച്ചർ ട്രെയിനി. ആദ്യം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ടീച്ചറാണ്, നമ്മളാണ്. ഹിയർ ആർ സം ഓഫ് ദ സാമ്പിൾ ആക്ടിവിറ്റീസ് ഫ്രം ദ ഫോളോയിങ് ഏരിയ. അപ്പോൾ നമുക്ക് ചില ഏരിയകളിൽ നിന്നുള്ള ആക്ടിവിറ്റികൾ നമുക്ക് എടുത്തു നോക്കാം. ഒന്ന് EPL ആക്ടിവിറ്റി, സെൻസോറിയൽ, ലാംഗ്വേജ്, മാത്തമാറ്റിക്സ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ ആദ്യം ഓരോന്നും പ്രസൻറ്റ് ചെയ്യുമെന്ന് നോക്കാം. ദ എക്സ്പീരിയൻസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി. EPL ആക്ടിവിറ്റി എങ്ങനെയാണ് നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? വേരിയസ് ടെക്നിക്സ് ഓഫ് പ്രസൻറ്റിംഗ് EPL ആക്ടിവിറ്റീസ് ആർ: ടീച്ചർ ഷുഡ് പ്രസൻറ്റ് ഓൺലി 1 ആക്ടിവിറ്റി ഇൻ 1 സിറ്റിംഗ്. ഒരൊറ്റ ഇരുത്തത്തിൽ ഒരു EPL ആക്ടിവിറ്റി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ആ കുട്ടിയെ അവിടെ നിന്ന് തിരിച്ചയക്കണം. എന്നിട്ട് പിന്നീട് വന്നിട്ട് കുട്ടി ഒരു ഇരുത്തത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റി കൊടുക്കരുത് EPL. ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫീച്ചർ ഫോർ എനി പ്രസൻറ്റേഷൻ ഈസ് ദ അനാലിസിസ് ഓഫ് മൂവ്മെൻറ്റ്സ്. നമ്മൾ ശരിക്കും ഈ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ടീച്ചർ കുട്ടിയുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കണം. അവരുടെ കണ്ണ്, കൈ, കാലുകൾ ചലിക്കുന്നത് എങ്ങനെയാണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യണം. ടീച്ചർ ഷുഡ് കൗണ്ട് വേർഡ്സ് വെൻ ഗിവിങ് പ്രസൻറ്റേഷൻ. എത്രമാത്രം വേർഡുകളാണ് നാം ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായി പ്രസൻറ്റിൽ നമ്മൾ ഉപയോഗിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് വാക്കുകൾക്കല്ല പ്രാധാന്യം, പ്രസൻറ്റേഷനാണ്. കുട്ടി ശ്രദ്ധിക്കേണ്ടത് ടീച്ചറുടെ വാക്കുകളിലല്ല, മറിച്ച് ടീച്ചറുടെ പ്രസൻറ്റേഷനിലാണ് എന്ന് നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നാലാമത്തേത്, ടീച്ചർ ഷുഡ് ഗ്രോ ദ ചൈൽഡ്സ് കോൺസ്റ്റൻറ്റ് ഇൻട്രസ്റ്റ് ഓൺ ദ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കുട്ടിക്ക് ഏത് പോയിന്റിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഇൻട്രസ്റ്റ് തന്നെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ കുട്ടിക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക മേഖലയിൽ ഇൻട്രസ്റ്റ് കാണും. ആ ഇൻട്രസ്റ്റിൽ തന്നെ നമ്മൾ ടീച്ചർ എന്ത് ചെയ്യുക, അവരെ വളരാൻ അനുവദിക്കുക, ഒപ്പം നിൽക്കുക. ടീച്ചേഴ്സ് പ്രസൻറ്റേഷൻ ഷുഡ് ഹെൽപ്പ് ദ ചൈൽഡ് ടു കൺട്രോൾ ഹിസ് എറേഴ്സ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ടീച്ചർ. ടീച്ചറുടെ പ്രസൻറ്റേഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. കാരണം പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു തെറ്റും വരരുത്. കുട്ടിക്ക് പിന്നീട് ടീച്ചറെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായി ആ പ്രസൻറ്റേഷൻ ചെയ്യാൻ സാധിക്കണം. ഇറ്റ് ഗിവ്സ് കോൺസെൻട്രേഷൻ ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദ ചൈൽഡ് ഹു റിപ്പീറ്റ്സ് ദ ആക്ടിവിറ്റി അണ്ടിൽ ഇറ്റ് ഈസ് പെർഫെക്റ്റ്. അപ്പോൾ കൃത്യമായിട്ടും കോൺസെൻട്രേഷനോട് കൂടി അത് പെർഫെക്റ്റ് ആവുന്നതുവരെ കുട്ടിക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അതിലൂടെ കിട്ടണം. ഇനി സെൻസോറിയൽ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഓൾ സെൻസോറിയൽ ആക്ടിവിറ്റീസ് ആർ പ്രസൻറ്റഡ് ബൈ മീൻസ് ഓഫ് ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷൻ. ഒറ്റക്കൊറ്റക്ക് മാത്രമേ സെൻസോറിയൽ ആക്ടിവിറ്റി കൊടുക്കാവൂ. കാരണം എന്താ, ദ ചൈൽഡ് ഹാസ് ടു സീ ദ ഹോൾ ആക്ടിവിറ്റി. ആ കുട്ടിക്ക് മൊത്തം ആക്ടിവിറ്റി കാണണം. സെൻസോറിയൽ ആക്ടിവിറ്റി അങ്ങനെ കാണണം. വേർ ദ മെറ്റീരിയൽ ടേക്കൺ ഫ്രം, എവിടെ നിന്നാണ് അത് എടുത്തത്, ഹൗ ടു ക്യാരി ഇറ്റ് ടു ഹിസ് പ്ലേസ്, അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്, ആൻഡ് ഓൾ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദ പ്രസൻറ്റേഷൻ. ആ പ്രസൻറ്റേഷൻ്റെ A to Z മൂവ്മെൻറ്റും കുട്ടിക്ക് കാണണം. അതുകൊണ്ട് ഒറ്റയ്ക്ക് മാത്രമേ സെൻസോറിയൽ കൊടുക്കാവൂ. ദീസ് പ്രസൻറ്റേഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ആസ് സൈലൻ്റ്ലി ആസ് പോസിബിൾ. സൈലൻ്റ് ആയിട്ടാണ് സെൻസോറിയൽ കൊടുക്കേണ്ടത്. ഒന്നും ടീച്ചർ സംസാരിക്കേണ്ടതില്ല. ചെറിയ ചെറിയ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക, പരമാവധി സൈലൻ്റ് ആവാം. വാട്ട് എവർ നീഡ്സ് ടു ബി ഷോൺ ടു ദ ചൈൽഡ് ഈസ് കൺവേഡ് ബൈ മീൻസ് ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ വിത്ത് ഓൺലി ദ മോസ്റ്റ് എസെൻഷ്യൽ വേർഡ് സ്പോക്കൺ. ബാക്കിയുള്ള എല്ലാ നമ്മുടെ കമ്മ്യൂണിക്കേഷനും നമ്മുടെ കണ്ണും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ ആയിരിക്കണം നമ്മൾ നടത്തേണ്ടത് സെൻസോറിയൽ ആക്ടിവിറ്റികൾ കൊടുക്കുമ്പോൾ. മറ്റൊന്ന്, ഇൻ EPL ദർ ഈസ് അനാലിസിസ് ഓഫ് ഹാൻഡ് മൂവ്മെൻറ്റ്സ്. ഹാൻഡ് മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. EPL എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുപ്പിയിൽ നിന്ന് മറ്റൊരു കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ഹാൻഡ് മൂവ്മെൻ്റ് ആണ് അനലൈസ് ചെയ്യേണ്ടത്. ഇൻ സെൻസോറിയൽ ദ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ഹാവ് ടു ബി അനലൈസ്. ഹാൻഡ് മൂവ്മെൻ്റ് അല്ലാതെ അയാളുടെ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ സെൻസോറിയൽ അനലൈസ് ചെയ്യേണ്ടത്. Every mental action must be shown so that the child can see and feel it with us. Okay. Similarly, we can approach in other remaining areas also. ഇതേപോലെ തന്നെ നമുക്ക് മറ്റു ഏരിയകളിലും എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം. അപ്പോൾ EPL കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ EPL പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം,
മറ്റുള്ള ലാംഗ്വേജ് ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. EPL അല്ലാത്ത ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും സെയിം മെത്തേഡ് ഫോളോ ചെയ്യാം. പക്ഷേ EPL ഉള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒരു ആക്ടിവിറ്റിയെ കൊടുക്കാവൂ, അത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് കൊടുക്കരുത്. ഓക്കെ, പരമാവധി വാക്കുകൾ കുറക്കുക. ഓക്കെ, അവരുടെ ഹാൻഡ് മൂവ്മെൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. EPL സെൻസോറിയൽ ആണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഒരാൾക്ക് ഒറ്റക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കുക, തീരെ സംസാരിക്കരുത്, പരമാവധി വാക്കുകൾ കുറക്കുക. അതോടൊപ്പം തന്നെ അവരുടെ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് എന്താണെന്ന് കൃത്യമായി നോക്കി മനസ്സിലാക്കുക. ഇത്രയും കാര്യമാണ് അവിടെ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി പ്രസൻറ്റ് ചെയ്യുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓൾ ദ ബെസ്റ്റ്.